ഹലോ നമസ്കാരം, എല്ലാവർക്കും 777 ജാക്ക് ജോൺസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മൈസൂരിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളെല്ലാം കണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാണ് ഇത് കണ്ടത്. എന്താണെന്നോ, നമ്മുടെയൊക്കെ വീടുകളിലെ അടുക്കളയിലെ എപ്പോഴും ചെപ്പുകളിലൊക്കെ സൂക്ഷിക്കുന്ന ഒരു വസ്തുവാണ്. പ്രത്യേകിച്ച് സ്വാദിഷ്ടമായ സദ്യകളിലെ അടപ്രഥമനിലെ മുൻനിരക്കാരൻ. മോൾഡ് ചെയ്യാം. കട്ടികൾ കിടക്കുന്ന പോലെയാണ് ഈ ശർക്കര കട്ടികളൊക്കെ കിടക്കുന്നത് ഓരോ ഷേപ്പിൽ. ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ശർക്കരക്കെല്ലാം തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ. ഇപ്പോൾ കാര്യം പിടികിട്ടി കാണുമല്ലോ അല്ലേ? പ്രത്യേകിച്ച് ഇന്ത്യൻസിൻ്റെ ഡയറ്റിലെല്ലാം തന്നെ സ്വാദിഷ്ടമായ ഒരു രുചി പകരുന്ന ഈ ഒരു ക്യാമറ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടിരിക്കാമല്ലോ. ഈ ശർക്കര ഫാക്ടറിയുടെ മുമ്പിൽ തന്നെ കുറേയധികം വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? ഇതെല്ലാം ഷുഗർ കെയിൻ്റെ വേസ്റ്റാണ്. ഇതിനുള്ളിലാണ് നമ്മുടെ ശർക്കര ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും 3 തരത്തിലുള്ള ശർക്കരകളാണല്ലോ ഉള്ളത്: കോക്കനട്ട് ജാഗരി, പാം ജാഗരി ആൻഡ് ഷുഗർ കെയിൻ ജാഗരി. കർണാടക സ്റ്റേറ്റിൽ അങ്ങിങ്ങോളം പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനത്തെ ശർക്കര ഫാക്ടറികൾ കാണാനുണ്ട്. ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ കരിമ്പിൽ നിന്ന് ജ്യൂസ് എടുക്കുന്നതാണ്. ഇത് ഈ മെഷീനിൽ വെച്ചു കൊടുത്താൽ മതി, ജ്യൂസ് ആയിട്ട് അങ്ങ് വന്നോളൂ. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ കളക്ട് ചെയ്ത കരിമ്പിൻ ജ്യൂസ് ഒരു ഹോസ് വഴി ഈ വലിയ പാത്രത്തിലേക്ക് മാറ്റുന്നു. ഈ കളക്ട് ചെയ്ത ഈ കരിമ്പിൻ ജ്യൂസ് ഈ പരുവായി കിട്ടണം. ഇനി ഇത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പരുവമായിട്ടുള്ള ശർക്കര പാനി റെഡിയാവും. പ്രോസസ്സിങ് ഇത്തിരി ഹാർഡാണ് കേട്ടോ. നല്ല ചൂടത്താണ് ഈ തൊഴിലാളികളെല്ലാം തന്നെ ഇരിക്കുന്നത്. ഈ വലിയൊരു പാത്രത്തിലുള്ള ഈ കരിമ്പിൻ ജ്യൂസ് മുഴുവൻ തന്നെ തിളച്ച് പാകമായ പരുവത്തിലാവണം. അതുവരെ അവർ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ ഡാർക്ക് പച്ച കളറുള്ള കരിമ്പിൻ ജ്യൂസ് ഇതിൽ സോഡാപ്പൊടി ചേർത്ത് ബ്ലീച്ച് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്ന ഈ കേസരി കളറായി കിട്ടുന്നത്. ഇനി കാണുന്നതാണ് ഫിൽറ്ററിംഗ് പ്രോസസ്സ്. നല്ല ചൂടാകുമ്പോൾ പതഞ്ഞു പോകുന്ന ഈ വേസ്റ്റ് മെറ്റീരിയൽ എല്ലാം തന്നെ അവർ കോരി മാറ്റുന്ന ഒരു പ്രോസസ്സ്. ഫിൽറ്ററിംഗ് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തെളിഞ്ഞ് കാണാനാകും തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു യെല്ലോ ലിക്വിഡ്, കേസരി കളറിലുള്ള ഒരു ലായനി. ഇവിടെ ഇതെല്ലാം തന്നെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് കേട്ടോ. വളരെ ശ്രമകരമായ ഒരു ജോലി, അത്യാവശ്യം ക്ഷമയും കൂടി തന്നെ വേണം. ഈ ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ അടുപ്പിൽ നിന്നും ഈ വലിയൊരു പാത്രം ഏകദേശം ശർക്കര പാനി റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ തീയില്ലാത്ത അടുത്ത അടുപ്പിലേക്ക് മാറ്റും. ഇവിടെ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, അടി പിടിക്കാതെ ഇങ്ങനെ ഈ ചൂടത്ത് നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കണ്ടേ. ഇനി ഈ ഒരു പാവ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു ശർക്കര കട്ടിയായിട്ട് മാറുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണണ്ടേ? അതിനായി ഈ വീഡിയോ മുഴുവനായും തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശർക്കര അതിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള വലിയ മോൾഡുകൾ അറേഞ്ച് ചെയ്യുന്നതാണ്. ഈ 2 മരത്തടികളിലായിട്ടാണ് ഈ ഒരു ഹെവി ട്രേ ഇരിക്കുന്നത്. ഈ കാണുന്ന സ്ക്വയർ ഡിസൈനുള്ള ഷേപ്പിലാണ് ഇവിടെ ശർക്കര നിർമ്മിക്കുന്നത്. ഇവിടെ വലിയൊരു ഹാമറൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉപയോഗം നമുക്ക് വഴിയെ കാണാം.
അങ്ങനെ പാകമായിട്ടുള്ള ഈ ശർക്കര പാനി അത്യാവശ്യം ചൂടോടുകൂടി തന്നെയാണ് ചെറിയ ചെറിയ ബക്കറ്റുകളിലാക്കി ഈ തൊഴിലാളികളെല്ലാം തന്നെ ഈ മോൾഡിലേക്ക് ഒഴിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഈ മരപ്പലക കണ്ടോ, ഇത് വെച്ചാണ് ഈ ശർക്കര പാനി എല്ലാ സ്ക്വയറുകളിലേക്കും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത്യാവശ്യം ഹെവിയാണ് കേട്ടോ. ഈ കയ്യിലിട്ട് അമ്മാനം ആടിക്കൊണ്ടിരിക്കുന്നത് പാകമായിക്കൊണ്ടിരിക്കുന്ന ശർക്കരയാണ്. ഇവിടുത്തെ വർക്കേഴ്സ് ഇവരുടെ കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ ചൂട് മാനേജ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ശർക്കര ഫാക്ടറിയോട് ചേർന്ന് വലിയൊരു തെങ്ങിൻതോപ്പാണ്, ഫലഭൂഷ്ടമായി വളരുന്ന തെങ്ങുകൾ. കാരണം മറ്റൊന്നും ആകില്ല, ഇവിടെ നിന്നും ധാരാളമായി വരുന്ന ചാരം ഇതിന് വളമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാവാം. ഇനി ഇത് കുറച്ചും കഴിഞ്ഞ് നല്ല ഹാർഡാവും. നല്ല സൂപ്പറും നല്ല മധുരൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റൊക്കെ കഴിഞ്ഞു തുടങ്ങി. ഏകദേശം ശർക്കരയൊക്കെ ഉറച്ചു തുടങ്ങിയിരിക്കുന്നു. എക്സസൈസ് വരുന്ന ശർക്കരയെല്ലാം തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. തികച്ചും നാച്ചുറൽ ആണെന്ന് വിളിച്ചറിയിക്കുന്നതാണ് ഇത്. ഈ ഹണി ബീകൾ കണ്ടില്ലേ, ഹണി ബീസ് ഒന്നും അങ്ങനെ പെട്ടെന്ന് വരില്ല. നാച്ചുറൽ ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് ഹണി ബീസ് ഉണ്ടാവുള്ളൂ. ഇവിടെ നിറച്ച് ഹണി ബീസാണ് കേട്ടോ. സെറ്റ് ശർക്കര പാകമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കെന്തേ അടുത്ത പരിപാടി തുടങ്ങി കഴിഞ്ഞിട്ടോ. നെക്സ്റ്റ് ഇതേ പ്രോസസ്സ് തന്നെയാണ്. ഞങ്ങൾ അവരുടെ കൂടെ കുറച്ച് നേരം കൂടി. ഇപ്പോൾ ഈ പാകമായിട്ടുള്ള ശർക്കരയെല്ലാം എടുക്കാൻ പോവാണ്. അതെങ്ങനെ എടുക്കുന്നതെന്ന് നോക്കണ്ടേ. ഈ വലിയ അച്ചുകൾ നല്ല വെയിറ്റുള്ളതാണ് കേട്ടോ. മരത്തിൻ്റെ അച്ചുകളാണ്. ഇതിൽ അവർ നല്ല ചാക്ക് വിരിക്കും. എന്നിട്ട് അതിലേക്കാണ് ഈ ശർക്കര തട്ടാൻ പോണേ. 2 പേരും ഒരേ സമയത്ത് കമത്തും. എന്നിട്ട് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. എല്ലാ ഒരേ വരിയിൽ തന്നെയാണ് അവർ കമത്തണത്. കണ്ടോ ശർക്കര വീഴുന്ന കണ്ടോ താഴെ. ഇപ്പൊ കണ്ടോ ശർക്കര വീണ് കിടക്കുന്നുണ്ട് താഴെയെല്ലാം. ഈ വലിയ അച്ചുകൾ മറിച്ചിടുമ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ട ശർക്കരകളെല്ലാം തന്നെ വീഴും. ഇനി വീഴാത്ത ശർക്കരകൾക്ക് വേണ്ടിയാണ് ഈ ഒരു ഹാമർ അടി. ഇതാണ്
ഇപ്പോഴും നല്ല ചൂടുണ്ട് കേട്ടോ ഈ ശർക്കരയ്ക്ക്. കണ്ടില്ലേ നല്ല സ്ക്വയർ ഷേപ്പിൽ കണ്ടില്ലേ ഹോള്. ഇതാണ് ചൂടുള്ള ശർക്കര എന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെ ഇരിക്കും. ഇതാണ് മക്കളെ ശർക്കരപ്പാടം. ഇത് കണ്ടോ, ഈ വൃത്തിയായി അടുക്കി വെച്ചിരിക്കുന്ന ശർക്കരകളെല്ലാം തന്നെ പ്രൈമറി പാക്കിംഗ് കഴിഞ്ഞതാണ്. കരിമ്പിൻ്റെ തന്നെ ഓല കൊണ്ടായിരുന്നു പാക്കിംഗ്. ഇദ്ദേഹത്തിന് എന്തായാലും ഈ വർക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു തോന്നുന്നു. തിരിച്ചു വരുന്നുണ്ടോ എന്തോ. ഇതൊക്കെയാണ് ശർക്കര പാടത്തിലെ വിശേഷങ്ങൾ. ഇത്രയധികം പ്രോസസ്സിങ് ഉണ്ടായിരുന്നു ശർക്കര ഉണ്ടാക്കുക എന്നുള്ളത് ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഈ കിടക്കുന്നത് കണ്ടില്ലേ, നല്ല സ്വർണ്ണ കട്ടികൾ കിടക്കുന്ന പോലെയാണ് ഈ ശർക്കര കട്ടികളൊക്കെ കിടക്കുന്നത് ഓരോ ഷേപ്പിൽ. ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ശർക്കരയ്ക്കെല്ലാം തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ. ഇപ്പോഴും നല്ല ചൂടോടുകൂടിയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ അച്ഛൻ്റെ ഒരു പ്രത്യേകതയാണ്. നല്ല ചൂട്, നല്ല ചൂടപ്പം പോലെ വിരിഞ്ഞിരിക്കുന്ന ശർക്കര. അപ്പോൾ ഈ ശർക്കര ഉണ്ടാക്കുന്ന പ്രോസസ്സിംഗ് എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും, ഇതുപോലെ ചെറിയ ചെറിയ വലിയ വീഡിയോകളുമായിട്ട്. ഓക്കെ, അപ്പോൾ കാണാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു കരിമ്പിൽ നിന്ന് എടുത്താണ് ഇത്രയധികം ശർക്കരകൾ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ടുഡേ സൈനിങ് ഓഫ് 777 at Jack Jones.